കർശന വ്യവസ്ഥകളോടെ മതപരിവർത്തന നിയമം നടപ്പിലാക്കാനൊരുങ്ങി മഹാരാഷ്ട്ര. ഇതോടെ ഇന്ത്യയിൽ മതപരിവർത്തന നിരോധന നിയമം നടപ്പിലാക്കുന്ന 11ാമത്തെ സംസ്ഥാനമാണ് മഹാരാഷ്ട്ര. മതപരിവർത്തനം നടത്തി പണം സമ്പാദിക്കുന്ന ഒരു സംഘം തന്നെ ഇന്ത്യയിലുണ്ട്. കഴിഞ്ഞ ദിവസം ഉത്തർപ്രദേശിൽ നിന്ന് അറസ്റ്റിലായ ജമാലുദ്ദീൻ എന്ന ചങ്കൂർ ബാബയെല്ലാം ഇതിന് ഉദാഹരണമാണ്. ഹിന്ദു സ്ത്രീകളെ പ്രണയം നടിച്ചുമെല്ലാമാണ് തീവ്ര ഇസ്ലാമിസ്റ്റുകൾ മതപരിവർത്തനം നടത്തുന്നത്. അതുകൊണ്ട് തന്നെ അത്തരമൊരു പ്രവൃത്തി മഹാരാഷ്ട്രയിൽ നടപ്പിലാക്കില്ല എന്ന ദൃഢനിശ്ചയത്തിലാണ് മഹാരാഷ്ട്ര സർക്കാർ. നിയമസഭയുടെ ശൈത്യകാല സമ്മേളനത്തിൽ നിയമം കൊണ്ടുവരുമെന്ന് മഹാരാഷ്ട്ര സർക്കാർ വ്യക്തമാക്കി. ഡിസംബറിൽ ഈ നിയമം നടപ്പിലാക്കാൻ കഴിയുമെന്നാണ് മഹാരാഷ്ട്ര സർക്കാർ പ്രതീക്ഷിക്കുന്നത്. അതേസമയം മറ്റു സംസ്ഥാനങ്ങളിലെ മതപരിവർത്തന നിരോധന നിയമങ്ങളിൽ കാണുന്നതിനേക്കാൾ കർശനമായ വ്യവസ്ഥകൾ മഹാരാഷ്ട്ര സർക്കാരിന്റെ നിർദ്ദിഷ്ട നിയമത്തിൽ ഉണ്ടാകുമെന്ന് സംസ്ഥാന ആഭ്യന്തര സഹമന്ത്രി പങ്കജ് ബോയാർ നിയമസഭയിൽ അറിയിച്ചു. മതപരിവർത്തനത്തിനെതിരെ നിയമം രൂപീകരിക്കുന്നതിനായി ഡയറക്ടർ ജനറലിന്റെ കീഴിൽ ഒരു പാനൽ രൂപീകരിച്ചിട്ടുണ്ട്. ഈ പാനൽ മറ്റ് 10 സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കർശനമായിരിക്കും. ഈ വിഷയത്തിൽ DGP തയ്യാറാക്കിയ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട്. വരുന്ന ശീതകാല സമ്മേളനത്തിൽ നിയമം പാസാക്കുമെന്ന് അദ്ദേഹം നിയമസഭയിൽ അറിയിച്ചു. രാജസ്ഥാൻ, ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, ഒഡീഷ, ആന്ധ്രാപ്രദേശ്, ഛത്തീസ്ഗഡ്, ഗുജറാത്ത്, ഹിമാചൽ പ്രദേശ്, ജാർഖണ്ഡ്, ഉത്തരാഖണ്ഡ് എന്നീ സംസ്ഥാനങ്ങളിലാണ് ഇതുവരെ ഇന്ത്യയിൽ മതപരിവർത്തന നിരോധന നിയമം നടപ്പിലാക്കിയിട്ടുള്ളത്. നിർബന്ധിതമോ വഞ്ചനാപരമായ മാർഗങ്ങളിലൂടെ ഉള്ളതോ ആയ മതപരിവർത്തനം തടയുക എന്നുള്ളതാണ് ഇന്ത്യയിലെ മതപരിവർത്തന നിരോധന നിയമം ലക്ഷ്യമിടുന്നത്. സ്വന്തം താല്പര്യമനുസരിച്ച് മതപരിവർത്തനം നടത്തുമ്പോഴും സർക്കാരിന്റെ അനുവാദം തേടണമെന്നും ഈ നിയമം വ്യക്തമാക്കുന്നുണ്ട്. സംസ്ഥാന സർക്കാരുകൾ നടപ്പിലാക്കുന്ന ഈ നിയമത്തിന് ഓരോ സംസ്ഥാനങ്ങൾക്കനുസരിച്ചും ശിക്ഷാരീതിയിൽ വ്യത്യസ്തത ഉണ്ടായിരിക്കും. അതേസമയം കഴിഞ്ഞ 8 വർഷത്തിനിടെ ഉത്തർപ്രദേശിൽ നിയമവിരുദ്ധ മതപരിവർത്തനത്തിന് ശിക്ഷിച്ചത് 16 പ്രതികളെയാണ്. ഇതിൽ 12 പ്രതികൾക്ക് ജീവപര്യന്തം തടവും 4 പ്രതികൾക്ക് 10 വർഷം തടവുമാണ് ശിക്ഷ. ഇതോടൊപ്പം പ്രതികൾക്ക് കോടതി പിഴയും വിധിച്ചു. മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ നിർദ്ദേശപ്രകാരം സാമൂഹിക ഐക്യം നിലനിർത്തുന്നതിനും ജനസംഖ്യാ സന്തുലിതാവസ്ഥയെ തകർക്കുന്ന ഗൂഢാലോചനകൾ തടയുന്നതിനുമായി സംസ്ഥാനത്തുടനീളം തുടർച്ചയായ പ്രചരണം നടത്തിവരികയാണെന്ന് DGP രാജീവ് കൃഷ്ണ പറഞ്ഞു. നിയമവിരുദ്ധ മതപരിവർത്തനത്തിന്റെ സൂത്രധാരന്മാർക്കെതിരെ കർശന നടപടി സ്വീകരിച്ചു വരികയാണ്. നിയമവിരുദ്ധ മതപരിവർത്തനത്തിന്റെ ആഴത്തിലുള്ള വേരുകൾ തുറന്നുകാട്ടുക മാത്രമല്ല, സംഘടിത മതപരിവർത്തന സംഘങ്ങളുടെ നട്ടെല്ല് ഒടിക്കുകയും ചെയ്തിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ജമാലുദ്ദീൻ എന്ന ചങ്കൂർ ബാബ 1500-ലധികം ഹിന്ദു സ്ത്രീകളെ മതപരിവർത്തനം നടത്തിയിരുന്നു. മുസ്ലിങ്ങളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ട് രാജ്യത്തിന്റെ ജനസംഖ്യാശാസ്ത്രത്തിൽ മാറ്റം വരുത്താനും സംഘം പദ്ധതിയിട്ടിരുന്നു. ആളുകളെ ഇസ്ലാമിലേക്ക് മതപരിവർത്തനം ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കുന്നതിനായി വിവിധ സംസ്ഥാനങ്ങളിൽ പരിപാടികൾ സംഘടിപ്പിച്ചിരുന്നു. മഹാരാഷ്ട്രയിൽ നിരവധി ഹിന്ദുക്കളെ നിയമവിരുദ്ധമായി മതപരിവർത്തനം നടത്തിയിരുന്നു. കൂടാതെ മതപരിവർത്തനത്തിന് ഒരു ചരിത്രമുണ്ട്. 1981-ൽ മീനാക്ഷിപുരം എന്ന ഇന്ത്യൻ ഗ്രാമത്തിൽ നടന്ന 100 കണക്കിന് താഴ്ന്ന ജാതി ഹിന്ദുക്കളുടെ ഇസ്ലാമിലേക്കുള്ള മതപരിവർത്തനമാണ് മീനാക്ഷിപുരം മതപരിവർത്തനം എന്ന പേരിൽ പ്രസിദ്ധമായത്. ഈ സംഭവം ഇന്ത്യയിൽ മതസ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള ചർച്ചകൾക്ക് തുടക്കമിട്ടു. മതപരിവർത്തന വിരുദ്ധ നിയമനിർമ്മാണം നടത്താൻ സർക്കാർ തീരുമാനിച്ചു. പിന്നീട് മതപരിവർത്തനം നടത്തിയവർ വാഗ്ദാനങ്ങൾ പാലിക്കാത്തതിന്റെ കാരണം ചൂണ്ടിക്കാട്ടി നിരവധി പേർ ഹിന്ദു മതത്തിലേക്ക് തിരികെ എത്തി. വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്.